തൃശൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച തൃത്താല കുമരനെല്ലൂർ സ്വദേശി വാസുദേവന് കണ്ണീരിൽ കുതിരുന്ന വിട. മൃതദേഹം ഇന്ന് രാവിലെ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായ കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് മാടിപ്പുറത്ത് വാസുദേവന് നാടിൻ്റെ അന്ത്യാഞ്ജലി. നാട്ടുകാരുടെ പ്രിയപ്പെട്ട വാസുവേട്ടൻ ഇനി കണ്ണീരോർമ്മയാകുകയാണ്. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം കുമരനെല്ലൂർ ഗ്രാമത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി. പുല്ലുവെട്ട് തൊഴിലാളിയായിരുന്ന വാസുദേവൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഉത്സവകാലങ്ങളിൽ വെടിക്കെട്ട് തൊഴിൽ സഹായിയായി പോകാറുണ്ടായിരുന്നു. ബന്ധു കൂടിയായ അപകടത്തിൽ മരിച്ച എടപ്പാൾ സ്വദേശി വിജയനു കൂടെയാണ് വാസുദേവൻ തൃശ്ശൂരിലെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ എത്തിയത്. മൃതദേഹം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തന്നെ വീട്ടിലെത്തിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു മൃതദേഹം സംസ്കരിച്ചത്. നൂറുകണക്കിന് ആളുകൾ ദുരന്ത വാർത്തയറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തിയിരുന്നു. ഒരു ദിവസം പോലും അയാൾ ലീവ് എടുത്തിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. പ്രദേശത്തുകാർ അത്രയും കുടുംബത്തോടൊപ്പം സ്നേഹനിധിയായിട്ട് കഴിയുന്നൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തി. കാരണം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യനാണ്. ഈ പ്രദേശത്തുള്ള എല്ലാവരോടും ഒരേപോലെ വളരെ ബഹുമാനത്തോടു കൂടി ജീവിക്കുകയും എല്ലാവരോടും സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു സാധുവായൊരു മനുഷ്യനായിരുന്നു. 4 ദിവസം മുമ്പാണ് വീട്ടിൽ നിന്ന് ഭാര്യയോടും മക്കളോട് യാത്ര പറഞ്ഞ് അച്ഛൻ പോയിട്ട് വരാം, കുറച്ച് ദിവസം പണിയും കൂടെ തിരക്കുള്ള പണിയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദൈവത്തിൻ്റെ നിയോഗം പോലെ വളരെ കഷ്ടപ്പെട്ടൊരു കുടുംബജീവിതത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമായിരുന്നു. നാട്ടിലെ എന്താവശ്യത്തിനും മുന്നിൽ നിന്നിരുന്ന ആളായിരുന്നു വാസുദേവനെന്ന് സ്ഥലത്തെ ജനപ്രതിനിധികളും അനുസ്മരിച്ചു. പിന്നെ വാസുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും തന്നെ പ്രയാസങ്ങൾ പറയാതെ താൻ തന്നെ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം സമ്പാദ്യം കൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു തിയറിയാണ് വാസു ഈ പുല്ലുവെട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാസുവിൻ്റെ ഇളയമ്മയുടെ മകൻ വിജയൻ അദ്ദേഹമാണ് വാസുവിനെ ഈ പണിയിലേക്ക് പ്രേരിപ്പിച്ചത്. ഈ സീസൺ വർക്കായാൽ കരിമരുന്നിൻ്റെ പണിക്ക് ഇവർ പരമ്പരാഗതമായി അവർ അതിൻ്റെ തൊഴിലാളികളായതുകൊണ്ട് അങ്ങനെ വാസുവിനെ കൂടി അവർ കൊണ്ടുപോകും. രണ്ടാളാണ് വാസുവിൻ്റെ മരണം മൂലം ആ കുടുംബം തീർത്തും സാമ്പത്തികമായ മറ്റെല്ലാ നിലക്കുള്ള പ്രയാസത്തിലാണ്. അപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളൊക്കെ താമസമില്ലാതെ എത്രയും പെട്ടെന്ന് ഇതെത്തിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക്